മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം 2025 ഫെബ്രുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 11-ാം ഭാവമായ മീനത്തിലാണ്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ഈ മാസം ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ മാസം അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ്. ഫെബ്രുവരി 11-ാം തീയതി ബുധൻ മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് 27-ാം തീയതി മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഈ മാസം ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പഠനത്തിൽ നന്നായി ശ്രദ്ധ ചെലുത്തുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുന്നതുമായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതായിരിക്കും. നേരത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയം അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാനും ഇത് അനുകൂല സമയമായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 10-ാം ഭാവമായ കുംഭത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ഈ സമയത്ത് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട്. ഇടവം രാശിക്കാർ ഇപ്പോൾ കണ്ടക ശനിയുടെ പ്രഭാവത്തിലാണ്. എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനമായതിനാലും ഇവിടെ ശശയോഗം നടക്കുന്നതിനാലും കണ്ടക ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവം വളരെ ശുഭകരമായതിനാൽ കരിയറിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഓഫീസിൽ കാര്യങ്ങളെല്ലാം തന്നെ സമയത്ത് പൂർണ്ണമാക്കുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭം ലഭിക്കുന്നതായിരിക്കും. പൊതുവെ ഇടവം രാശിക്കാർക്ക് കണ്ടകശനിയുടെ ഈ സമയത്ത് നല്ല ആശ്വാസം നൽകുന്ന രീതിയിലുള്ളതായിരിക്കും ഈ മാസത്തിലെ ഗ്രഹനില. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.